ഒരാള് സാധ്യതയാണെന്ന് സത്യമാണോ? പിന്നല്ല സാധാരണപ്പെട്ട ഇതുപോലുള്ള ഒരു പശു പോയിട്ടൊരു മനുഷ്യന്റെ കണ്ണും മൂക്കും കടിച്ച് തിന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് ഞങ്ങൾ ആരും മണ്ടന്മാരില്ല. ആ പശുവിനെയാണോ വളർത്തുന്നത് അതോ സിംഗത്തിനെയാണോ? നീ എന്റെ വില കളയല്ലേ, ഒന്ന് അടങ്ങി നിൽക്ക്. ഞാൻ അന്ന് മുതൽ എന്റെ മൊബൈലിൽ സൂപ്പർ സ്റ്റാർ വിനയ് എന്നാണ് സേവ് ചെയ്തത്. ആകാശത്തുകൂടി പറക്കുന്നതും പ്രസവിക്കുന്നതുമായിട്ടൊരു ജീവിയുടെ പേര് പറയും. അത് പറഞ്ഞില്ല സൂരജ്, എന്താണ്? ഒരു ഹൃദയം മിടിക്കുന്നത് ശിവതയ്ക്ക് വേണ്ടിയാണ്. അത് എന്റെ അല്ലേ? വെൽക്കം ടു കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്ക ജ്വല്ലറി. രസകരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. കൊള്ളപ്പലിശയ്ക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പെട്ടിക്കടയായിരുന്ന ഈ സാധനം ഞാൻ ഹൈടെക് ബാർബർ ഷോപ്പ് എന്ന് പറയാൻ പാടില്ല, ഹൈടെക് ബ്യൂട്ടി ക്ലിനിക് ആക്കിയിരിക്കുമ്പോഴാണ് ഈ വക പാട്ട്. ഈ കടക്ക് ചേരുന്ന പാട്ടാണോ ഈ വച്ചേക്കണേ? ഈ കടക്ക് ചേരുന്ന പാട്ട് ഈ ബാലൻ തന്നെ വയ്ക്കാം. ചെരുപ്പിടാന്നല്ല, നെരിപ്പിടാ അങ്ങനെയാണ്. അതെനിക്കറിയാം. നിന്റെ കാലിൽ ചെരുപ്പിടാന്ന് ഇട്ടേക്കണേ, ലോൺ എടുത്ത് പണിയിപ്പിച്ചേക്കണേ. ചെരുപ്പ് കൊണ്ട് പുറത്തു കൂടിയിട്ട് വേണം. അവനാ രാവിലെ ഇങ്ങോട്ട് കെട്ടിയെടുത്തെങ്കിൽ ഇന്നത്തെ കാര്യം പോക്കാം. അതോ ഓ എങ്ങനെയൊക്കെ പോണ്? ഇങ്ങനെയൊക്കെ തന്നെയാ പോണത്. കാശ് കൊടുത്ത് മേടിച്ചത് രാവിലെ കേറി വന്നു. ചേട്ടാ, ഇന്നൊരു പ്രത്യേക ഗ്ലാമറാണല്ലോ ചേട്ടനെ കണ്ടിട്ട്. ഭയങ്കര ഗ്ലാമറായിട്ടുണ്ട്. നിന്റെ തലക്ക് വല്ല ഭ്രാന്തണ്ട? ഞാൻ ജനിച്ചപ്പോ തന്നെ അന്യായ ഗ്ലാമറാണ്. അതല്ല, ചേട്ടന്റെ ഈ മുഖത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ചേട്ടന്റെ മീശയാണ്. അടിപ്പം മീശല്ലേ? ആ പൊങ്ങി നിക്കണൊക്കെ ഒന്ന് ട്രിം ചെയ്യണമെങ്കിൽ എവിടെ പൊങ്ങി അപ്പുറ സൈഡിലേക്ക് ഒന്ന് പൊങ്ങി വെക്കണമെങ്കിൽ അങ്ങോട്ട് കൂടെ കുറ്റി പോലെ എന്താണ് ട്രിം ചെയ്യണമെന്ന്. എന്ന് വെച്ചാ ചേട്ടാ ട്രിമ്മർ മെഷീൻ വെച്ച് ട്രിം ചെയ്യണം. അതിവിടെ ഉണ്ടാ? ചേട്ടാ ആ മിഷൻ വെച്ച് ട്രിം ചെയ്താൽ മതി. ഈ ഇങ്ങനെ കമ്പി പോലെ അതങ്ങ് ഒതുങ്ങിയാണല്ലോ മമ്മൂട്ടി മാറിയിരിക്കും. മമ്മൂട്ടി എന്നല്ല എന്റെ അടുത്ത് അല്ലെങ്കിൽ ആരും നിൽക്കാറില്ല, ഇച്ചിരി മാറിയേ നിൽക്കാറുള്ളൂ. അതല്ലെന്ന്, മമ്മൂട്ടിയേക്കാൾ കൂടുതൽ ഗ്ലാമർ ആയിരിക്കും. സിനിമയിലെ കിട്ടും എനിക്ക്. സിനിമ കിട്ടുമെന്നോ? ആടിപ്പനായിട്ട് കിട്ടും ചേട്ടന്. ഒതുക്കിയാ മതി. അതല്ലേ? ചേട്ടാ ഇത് കൊടുത്തിട്ടാ പച്ചവെള്ളം കേട്ടോ, അതല്ലാണ്ട് മണമുള്ളതൊന്നും കഴിവ് കളയാൻ വേണ്ടി മേടിച്ചത്. ഇവിടെ മറ്റേ ചെയ്താൽ മതി അല്ലേ? അവിടെ ചെയ്താൽ മതി. അവിടെ കറക്റ്റ് മമ്മൂട്ടിയാണ്. ഇപ്പറ നോക്കി കറക്റ്റ് മോഹൻലാലാണ്. പിന്നെ മോഹൻലാലാണ് ഇവിടുന്ന്. ഇവിടെ അപ്പുറം മമ്മൂട്ടി. ഇങ്ങനെ മറ്റേ ചെയ്താലേ അത് ചെയ്ത് കഴിഞ്ഞാ സിനിമയിലും ഓക്കെ. ശരി ഓക്കെ. അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് പോവല്ലടാ, നീ എന്നെ ഹോളിവുഡിലേക്ക് എത്തിക്ക്. പോട്ടെ, ഞാൻ കേറി പോട്ടെ. അമീർ ഖാൻ, ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ അങ്ങനെ അങ്ങ് പോട്ടെ. ശരിക്കും ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാ നല്ല കട്ടല്ലേ? ഋത്തിക് റോഷന്റെ ഇത് സൂര്യന്റെ ഇത് ഏക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനം ആണല്ലേ? ഞാൻ എനിക്ക് ഇങ്ങനെ പിടിച്ചാൽ ഞാൻ ഷാറൂഖ് ഖാനായിട്ട്. ചേട്ടൻ സിനിമയിൽ വേറെ ലെവലിലെത്തും. നീ ഇത് ഇട്ട് കഴിയുമ്പോ നീയും തിളങ്ങാട്ടാ. നിനക്ക് സീരിയലിൽ നീ രക്ഷപ്പെടും. ആ സിനിമ കയറില്ലേ? സിനിമയിലേക്ക് ഇപ്പൊ ഞാൻ കയറിയല്ല, സിനിമ ഞാൻ നോക്കിക്കോളാം. നീ സീരിയലിന്റെ നിന്റെ ഈ ഗ്രഹണി പിടിച്ച വയറൊന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ സീരിയലിൽ നിനക്ക് നല്ല ഭാവി ഞാൻ കാണണ്ട് കേട്ടാ. എന്നാ ശരി, എന്നാ ഓക്കെ. അപ്പൊ ഇത് ചെയ്യണം അല്ലേ? ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. ചേട്ടോ, ഈ ബംഗാളിനെ ഇവിടെ ഫോൺ ചെയ്യിപ്പിച്ചിരുത്തിയാണെന്നത്. അയ്യോ, അത് ബംഗാളി അല്ല, പിന്നെ ഷേവ് ചെയ്യാൻ വന്നൊരു മലയാളിയാ. ഷേവ് ചെയ്തപ്പോ ഒരു വശം അങ്ങോട്ട് പോയി ചോര വാർന്നിട്ട് ഇരിക്കണം. എഴുന്നേറ്റ് വല്ല ആശുപത്രിയിലും വല്ല നീ ചത്തുവോ? ഇവിടെ അതിനുള്ള മാർഗമൊന്നുമില്ല. പോണോ? അല്ല പിന്നെ അപ്പൊ ഇത് മൾട്ടി ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറഞ്ഞിട്ട് മൾട്ടി കുൾട്ടിയൊക്കെ ആയിരിക്കും. പക്ഷെ ബ്ലേഡിന് തുരുമ്പ് കയറി എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. കഷ്ടമാണ്. എന്റെ മീശയാണ് ഒരു പ്രശ്നം. പറഞ്ഞ ശരിയാട്ടാ. മീശന്ന് ഇതാക്കി കഴിഞ്ഞാൽ കറക്റ്റ് മമ്മൂട്ടിയാണ്. തീരുവോ? എനിക്ക് പോയിട്ട് വെറുതെ പോയിട്ട് അതാ നല്ലത്. എന്നാ ശരി ചേട്ടാ. പോയെന്നാ എന്നിട്ട് നീ ഇവിടെ കുന്തം പോലെ നിൽക്കാനുള്ള പോയെന്ന് പറഞ്ഞിട്ട്. ചേട്ടാ, മൂക്കിന് താഴെയുള്ള സാധനം പോയെന്ന് എന്റെയോ? അങ്ങോട്ട് നോക്കാം. മമ്മൂട്ടി പോയി.
മോഹൻലാലുണ്ട്, അത് മതി, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ സമയം എനിക്ക് ധൃതിയുണ്ട്. പെട്ടെന്ന് വേണം. എന്താ നമുക്ക് എന്താ ഈ സ്റ്റൈലിൽ ഏത് വേണം അത് പറഞ്ഞാൽ മതി, വെട്ടിത്തരാം. നടുക്കാണ് വലുത് മതി. അതാകുമ്പോഴത്തേക്കും മഴയും കൊള്ളത്തില്ല, വെയിലും കൊള്ളത്തില്ല. അത് മതി, അതല്ല അല്ലേ? അത് മതി. അപ്പൊ എങ്ങനെ എടുക്കേണ്ടത്, സംഭവം എങ്ങനെ വേണ്ടേ? സംഭവം എനിക്ക് ഈ കിഴക്കൂന്ന് എടുക്കണം, വടക്കൂന്ന് എടുക്കണം, പടിഞ്ഞാട്ടൊന്നും എടുക്കണം. കിഴക്കുന്ന് എടുക്കണം, വടക്കുന്ന് എടുക്കണം, പടിഞ്ഞാട്ടുന്ന് എടുക്കണം. എടുക്കണം. നിന്നെ എന്നാ തെക്കോട്ട് എടുക്കണത്? ഞാനിപ്പോ ചെയ്യാൻ പോണത് ഫിംഗർ കട്ടാണ്. അതെന്താ ബാലന്റെ ഫിംഗർ കട്ട് എന്ന് പറഞ്ഞ ഈ പഞ്ചായത്തിൽ മുഴുവൻ ഫേമസ് അല്ലേ? ആണോ? നേഴ്സറി പിള്ളേര് വരെ ഫിംഗർ കട്ടിന് വേണ്ടി ക്യൂ നിൽക്കുവാ. തുറന്നല്ലേ ഉള്ളൂ, നീ നോക്കി ഇവിടെ വൻ ജന തിരക്കായിരിക്കും. ഫിംഗർ കട്ട് എന്ന് പറഞ്ഞ 2 വിരൽ കൊണ്ടുള്ള മാസ്മരിക പ്രകടനമാണ്. അയ്യോ, അതെങ്ങനെ? ഈ 2 വിരല് നമ്മൾ ഇങ്ങനെ മുടിയുടെ ഉള്ളിക്കാൻ കേൾക്കും, ഒരു അനുഭൂതിയില്ലേ? ഇത് നമ്മൾ ഇടയ്ക്ക് കുഴപ്പമായ തലയിൽ ടാറൊഴിച്ചിട്ടാണ് വന്നേക്കണം. അണ്ണാ കുഴപ്പമായി. എന്റെ പൊന്നോ, വല്ല കാലത്ത് വെളിച്ചെണ്ണ തേച്ചൊരിച്ചൊന്ന് കുളിച്ചിട്ട് വന്ന. ഫിംഗർ കട്ട് എന്ന് പറഞ്ഞ വിരല് നമ്മൾ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് കറക്റ്റ് ബൈ 2 πr സ്ക്വയർ വെച്ച് അളവിൽ ഇതിങ്ങനെ അങ്ങ് പിടിക്കും. അതെന്തോ ഈ അളവ് തെറ്റി കഴിഞ്ഞാൽ ഫിംഗർ കട്ട് പാളി പോകും. ആണോ? ഫിംഗർ കട്ട് പാളിയ മോന്തയുടെ ഷേപ്പ് പോവും. മോന്തയുടെ ഷേപ്പ് പോയാൽ ബോഡിയുടെ ഷേപ്പ് പോവും. അപ്പൊ ഫിംഗർ കട്ട് ചെയ്യുമ്പോൾ അനങ്ങാനെ പാടും. മനസ്സിലായല്ലോ? ബാലൻസ് സ്പെഷ്യൽ ഫിംഗർ കട്ട്. ഓക്കെ, തുടങ്ങാം. വെട്ടാൻ പോകുന്നു. കത്രിക എവിടെ? വെട്ടാം. കത്രിക ഇവിടെ എവിടെയോ കത്രിക വെച്ചിട്ടത് ചീപ്പക്കാർ ഇവിടെ കൊണ്ടിട്ടേക്കണം. കത്രികം കാണാനില്ലല്ലോ. കത്രിക എവിടെയാ വച്ചേന്നേ? കത്രിക സാധാരണ ഞാൻ ഈ പോക്കറ്റിലാ വയ്ക്കാറ്. ഇനിയിപ്പോ ആരവിടെ കൊണ്ട വച്ചേന്ന്? ഇപ്പൊ അവിടെ എങ്ങാനും വല്ല അടിച്ചു വരാൻ വന്നവരെ അവിടെ എങ്ങാനും കൊണ്ട ചുമ്മാ ഒരു കവാടം ഉണ്ടാക്കിയിട്ടേക്ക്. ഇനി കത്രിക ഇല്ലാണ്ട് ഈ പുള്ളി വെട്ടാതെ പോകണ്ട. ഷൂട്ടിങ്ങിനായിട്ട് പോയി കാണും. പെട്ടെന്ന് വെട്ടിത്താ. കത്രിക അവൻ കൊണ്ടുപോയി മനസ്സിലായി. ഇനി വെട്ടണോ? കത്രിക കിട്ടിയ സ്ഥിതിക്ക് ഫിംഗർ കട്ട് വേണ്ട, ബാലൻസ് സ്പെഷ്യൽ കട്ട്. റെഡി ആണല്ലോ? ഓ, നേരെ ഇരിക്കടാ, വെട്ടിത്തരാന്ന്. നിനക്കല്ലടാ പോയിട്ട് ധൃതിയുണ്ടെന്ന് പറഞ്ഞ നേരെ ഇരിക്കുന്നേ. അങ്ങനെ എടാ, കാറ്റാടി മരം പോണ പോലെ പോവല്ലടാ, നേരെ ഇരിക്ക, വെട്ടിത്തരാന്ന്. ഇതെന്താണ്? ഭയങ്കര സെറ്റപ്പിലുള്ള കാര്യങ്ങൾ. സ്വന്തമായിട്ട് എടുത്തോ, മേലെ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. വെറുതെ വന്ന് ഓസിന് ഓരോന്ന് തേച്ചോണ്ട് പോവാ. ഇതെന്താ, ഇയാള് ബോധം കിട്ടുപോയാ? ബോധം കത്രിക വെച്ച് കൊന്നല്ലേ? ഇല്ലടാ, അവന് കമ്പിപ്പണി, അവൻ വെയിൽ കൊണ്ട് തളർന്നതാണെന്ന്. വെയിൽ കൊണ്ട് തളർന്ന് ഇയാള് കേസും കൊടുക്കും. ഞാനൊന്ന് വെട്ടട്ടെ. ഇനി ഇവൻ എന്തെത്തി ചേട്ടോ, ഇത്തവണത്തെ മാസികയിലെ സെൻട്രൽ പേജ് കൊള്ളാലോ. എന്താ ഷക്കീല തിരിച്ചു വരുന്നു. കടയിലേക്കാ? കടയിലേക്കല്ല, സിനിമയിലേക്ക് തിരിച്ചു വരുന്നു. ആണോ? എന്റെ ദൈവമേ, അപ്പൊ ചെറുപ്പക്കാര് പിള്ളേർക്ക് ചാകരയായിരിക്കും. ചാകരയാണെന്നോ? ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ വെച്ച് നോക്കുമ്പോ ഭയങ്കര സെറ്റപ്പ് ആയിട്ടല്ലേ? നോക്കിട്ടെ, അത് കൊള്ളാം. നേരെ പിടിച്ചാ ഒന്ന് പൊക്കിക്കടാ. ഇങ്ങോട്ട് നേരെ പിടിക്കടാ. അങ്ങനെ പിടിക്കാം. അങ്ങനെ ഇങ്ങോട്ട് നീക്കടത്തി പൊസിഷനിൽ വെക്കും. അങ്ങനെ വെക്കും. അനക്കല്ലേട്ടാ, എന്റെ ദൈവമേ, അവനൊന്ന് നിവർന്ന് ഇത്രയും കാലം മാസിക വരുത്തിയിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഗുണം ഞാൻ ആദ്യമായിട്ടാ. അനക്കാതെ പിടിച്ചോട്ടോ. ഇപ്പൊ വെട്ടിത്തരാം. അനക്കല്ലേ കേപ്പാളൂ. അല്ല, ഇതെന്തിനാ മുടി മുറിച്ച് പോക്കറ്റിലിരുന്നത്? ഇവിടെ ആരുമില്ല പണിക്കാർ, ഞാൻ ഒറ്റക്കോളൂ. ഇതൊക്കെ താഴെയിട്ടാ ഞാൻ തന്നെ അടിച്ചു വരണ്ടേ. ഇതാകുമ്പോ പോണ വഴിക്ക് കാനഡ കളഞ്ഞാ പോരെ. കാനഡയിലാ? അപ്പൊ കാനഡയിൽ എന്ന് പറഞ്ഞാൽ പോണ വഴിക്ക് ഏതെങ്കിലും കാനെ കളഞ്ഞാ പോരേടാ എന്ന്. ഇപ്പൊ ശരിയായി. ശരിയായി, തെറ്റില്ല. ചേർന്ന് ഞാനിതും കൊണ്ട് കാനഡ പോകേണ്ടി വന്നേനെ. എന്നാലും ഇനിയിപ്പോ ഫേഷ്യലിലേക്ക് ഇവിടെ പിടിക്കണം. അവൻ പോയാണ്ട അങ്ങനെ പയ്യെ കൊണ്ടോ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ നിൽക്കട്ടെ, അങ്ങനെ നിൽക്കട്ടെ. എന്തൊക്കെ ഐഡിയ അല്ലേ? പിന്നെ എന്റെ ഷക്കീല വന്നില്ലെങ്കിൽ നീ പണി മുടങ്ങി പോയേനെ. ഹലോ, അതെ, ബാർബർ ബാലൻ സ്പീക്കിംഗ്. രാജപ്പനെ വിട്ടോ, കുട്ടപ്പനാക്കി വിട്ടേക്കാം. രാജപ്പന്റെ പേര് മാറ്റി കുട്ടപ്പനാക്കാന്നല്ല പറഞ്ഞത്. രാജപ്പനെ വെട്ടി ബ്ലീച്ച് ചെയ്ത് കുളിപ്പിച്ച് എണ്ണയിട്ട് നല്ല കുട്ടപ്പനാക്കി വിട്ടേക്കാന്ന്. അതാണ് ബാലൻ. ഓക്കെ. എന്റെ പൊന്നു മോനെ വൃത്തികെട്ടവനെ, നിനക്കൊല്ലടാ അമ്മമാരും പോക്കിരുത്തിനെ കാണിക്കണം.
ഞാനല്ല പോക്കരത്തിലും കാണിക്കുന്നത്. ഈ മാസികക്കാരാണ്. മാസികക്കാരനാ? ഈ വക പടമൊക്കെ വിട്ട് ഞാൻ വൃത്തിയാടാവില്ല കേട്ടോ. ആ പടം ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് ഇപ്പോൾ പണിയെടുക്കാൻ മനുഷ്യനെ കൊണ്ടു വെക്കുകയും ചെയ്യും. എടാ അത് എടുത്തോണ്ട് പറയുന്നത് തീർക്കട്ടാ. ഓ ഇത് തീർക്കണമല്ലേ? ആ എടുത്തോണ്ട് വാ. എന്നാൽ ഈ വക സാധനങ്ങളൊന്നും കൊണ്ട് ഉപയോഗിക്കും. എടാ ഇങ്ങ് കൊണ്ട് നമുക്കിത് വേണ്ട ഏട്ടാ. എടാ, അയ്യോ ആരാ? ഈ പുള്ളി നീയാണല്ലേ? എനിക്കറിയാം നിനക്ക് എന്നെ കാണുമ്പോ പണ്ട് മുതലേ ഇച്ചിരി കിരികിരിപ്പ് കൂടുതല. ഞാനത് മാറ്റിത്തരാം. എന്റെ ബാലചേട്ടാ, ചേട്ടനൊന്ന് ആലോചിക്ക്. എന്നെ പോലെ 10-15 വർഷമായിട്ട് ഇവിടെ പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കുന്ന എന്നെ പോലെ ഒരാളുടെ നെഞ്ചത്തേക്ക് ഈ മാഗസിൻ വലിച്ചെറിഞ്ഞത് കൊള്ളാമോ? എന്റെ മുഖത്തേക്ക് ഇത് വലിച്ചെറിഞ്ഞത് കൊള്ളാമോ? കൊള്ളാമോ എന്ന് എന്നോടാണ് ചോദിക്കണത്. കൊള്ളാമോ താൻ ചോദിക്കണം. അപ്പൊ താൻ അയാളുടെ സൈഡ് ചേരുവാണോ? എടോ അതല്ലെന്ന്, മാസിക തുറന്ന് നോക്കിയാലല്ലേ ഇത് കൊള്ളാമോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഏത് മാസിക? ഈ മാസിക. ഈ മാസിക തുറന്ന് നോക്കിയാൽ കൊള്ളാമോ ഇല്ലയോ എന്നറിയാൻ എനിക്കറിയാം. പിന്നെ എനിക്ക് നോക്കിയാൽ അറിയാവും. എന്നാ നോക്ക്. എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ ചെറുക്ക ഒന്ന് പണിയട്ടെ ഞാൻ. ദേഷ്യം. ഇത് കൊള്ളാല്ലേ? കൊള്ളാല്ലേ? ഇങ്ങോട്ട് നേരെ. ഇത് നല്ല മനുഷ്യനാണ്. അതാണ് ഞാൻ വെച്ചെറിഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ രണ്ടുപേരും പൊതുവെ കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പാന്നുള്ള കാര്യം എനിക്കറിയാം. ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ കട ഇങ്ങനെ ആക്കിയേക്കണത്. ദയവ് ചെയ്ത് ഇവിടെ വന്നിരുന്ന് തല്ലുകൂടിയൊന്നും നശിപ്പിക്കരുത്. മാത്രമല്ല ഇവിടെ രാഷ്ട്രീയം പറയാനും പാടില്ല. ഞങ്ങൾ ആരും പറയാൻ പറയില്ല. രാഷ്ട്രീയം പറയാൻ പാടില്ല. ഇല്ല. ഉറപ്പാണല്ലോ? ഉറപ്പ്. അല്ല ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ ഇപ്പൊ ഈ മാണി സാറ് LDF-ലേക്ക് പോവോ, തിരിച്ച് കോൺഗ്രസിലേക്ക് പോവോ, അതോ BJP-ലേക്ക് പോവോ? അതാണല്ലേ ഇപ്പൊ പറഞ്ഞത് രാഷ്ട്രീയോട് വളമാൻ പാടില്ല. ഇത് എന്റെ കട, എനിക്ക് പറയാം. നിങ്ങളോട് പറയാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ടും എന്റെ നന്ദിനി ഇങ്ങോട്ട് വരാൻ. എന്റെ നന്ദിനി നന്ദിനി കിട്ടും. വായടെ വാ. വെട്ടാൻ ഇന്നും ആളുണ്ട് അവിടെ. എപ്പ വന്നാലും തിരക്കാണ് ആ കടയിൽ. ഇങ്ങോട്ട് വായിക്കട്ട്. നന്ദിനി ഇങ്ങോട്ട് വാങ്ങ വേഗം. നന്ദിനി അവിടെ നിൽക്കും. ഞാനിപ്പോ വരാം. മുടി വെട്ടിട്ട് എന്റെ കുമാര, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ പശുവിനെ കൊണ്ട് കടയിലേക്ക് വരരുതെന്ന്. എനിക്ക് മുടി വെട്ടണ്ടേ? ഇത് പണ്ടത്തെ കടയല്ല, ഹൈടെക് ബ്യൂട്ടി പാർലറാ. കന്നുകാലിയെ പുറത്തേക്ക് വിട്. അവിടെ നിൽക്കണം. ഈ പശു എന്താ അങ്ങനെ കിടന്ന് വലിക്കരുത്? പശുവിന്റെ കാര്യം പറഞ്ഞ വലിയ കഷ്ടമാണെന്ന്. ഈ പശുവിനെ മേടിക്കാൻ വേണ്ടി ഞാൻ അയാളുടെ വീട്ടിൽ ചെന്നപ്പോ പശുവിനെ തന്ന പുള്ളി എന്നോട് പറഞ്ഞ് പശുവിനെ കൊണ്ടുപോയിക്കോ, പക്ഷെ ഒരു കാരണവശാലും വളരെ നല്ല രീതിയിൽ, അത് നല്ല രീതിയിൽ സൂക്ഷിക്കണം. ഇവനെ കറക്കണമെന്ന് നന്നായിട്ട്. അത് പിന്നെ എല്ലാരും പറയില്ലേ? ആ പശുവിനെ ഞാൻ നേരം വെളുത്ത വീട് തുറന്നു നോക്കിയപ്പോണ്ടല്ലോ പശുവിനെ കാണാനില്ല. അപ്പുറത്തെ വീട്ടിലെ തോമസ് ഇതുമായിട്ട് കറങ്ങാൻ പോയേക്കണം. എറണാകുളം മൊത്തം കറങ്ങി വൈകുന്നേരം പോന്നേക്കണം പശുവിനെ കൊണ്ടാ. എന്റെ പൊന്നും കൂടെ പറഞ്ഞ നിന്റെ മോതിരം അല്ലാതെ തന്നെ ഒരു വൈറ്റ് ക്ലബിൽ ഉണ്ടല്ലോ, അതെന്ത് പറ്റി? എന്റെ കൈ കിടന്ന മോതിരം പോയെന്നേ. ആര് കൊണ്ടുപോയി? പശുവിന്റെ പുല്ല് കൊടുത്ത സമയത്ത് പശുവിന്റെ വായി പോയി എന്റെ കൈ കിടന്ന മോതിരം. അത്രയല്ല, പശുവിന്റെ വയറ്റിൽ പോയെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. പശുവിന്റെ മൂട്ടിൽ പോയി കുറച്ചു നേരം കുത്തിയിരുന്നാ മതി, മോതിരം വന്നോളും. അയ്യോ ഞാൻ മൂട്ടി പോയി ഇരുന്നതാണ്. മൂട്ടി പോയിരുന്നപ്പോ മോതിരമല്ല വന്നത്, ഒരു മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണോ? ആ അപ്പൊ ഇത് വെറും കാലി പശു അല്ലല്ലടാ. അപ്പൊ അങ്ങനെയാണ് നിനക്ക് പിറ്റേ ദിവസം അതിന്റെ മൂട്ടിൽ പോയി കുത്തിയിരിക്കാൻ പാടില്ലായിരുന്നു. പിറ്റേ ദിവസം ഇരുന്നപ്പോ കബാലിയുടെ ടിക്കറ്റ് വന്നേക്കണം. എന്തിന്റെ? കബാലി സിനിമയുടെ ടിക്കറ്റ്. സൂപ്പർ പടമാണ് ഞാൻ കണ്ടിരുന്നത്. ആണോ? ഞാൻ അങ്ങനെ വന്നോരം തരി. ഞാൻ ഉറപ്പാണ് ഈ പറയണത്. അങ്ങനെയാണെങ്കിൽ എന്തായാലും അടുത്ത ആഴ്ച നിന്റെ പശുവിന്റെ മൂട്ടിൽ വന്ന് ഞാൻ കുത്തിയിരിക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയാണ് പുരിമുരുകൻ റിലീസ് ആവുന്നത്. അതെ, നിങ്ങളുടെ ആരുടെങ്കിലും കയ്യിൽ സുരേഷ് ഗോപിയുടെ ഫോൺ നമ്പറോ അഡ്രസ്സോ വല്ലതും ഉണ്ട്? എന്തിനാ? അല്ല സുരേഷ് ഗോപിയുടെ കയ്യില് പശുവിന് കൊടുക്കാൻ പറ്റിയ വല്ല നല്ല പുല്ലുണ്ടോ എന്ന് ചോദിക്കാൻ. നീ ആ പശുവിനെ കൊണ്ട് പറ്റോണ്ട് പോകും. അതിന് കറങ്ങി തീർന്നിട്ടില്ല, അതായി വലിക്കണത്. എന്റെ പൊന്നു കൂടെ പറപ്പ ഇത് ഞാൻ എന്ത് ചെയ്യും? ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്ന, എന്ത് കാര്യം? കുടിവെള്ള പദ്ധതിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്ന. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. കുടിവെള്ള പദ്ധതിയുടെ കാര്യത്തെ കുറിച്ച് ഇന്ന് വൈകുന്നേരം 9 മണിക്ക് മുമ്പ് ഞാൻ നിന്നോടൊരു വ്യക്തമായ രേഖ തരുന്നതായിരിക്കും. 9 മണിക്ക് മുമ്പ് വ്യക്തമായ രേഖ കിട്ടണം. എടാ 9 മണിക്ക് മുമ്പ് ഈ കുടിവെള്ള പദ്ധതിയെ കുറിച്ചുള്ള വ്യക്തമായ ഒരു രൂപരേഖ നിനക്ക് തന്നിരിക്കും. പോരെ? ആട്ടെ. അങ്ങനെയാണെങ്കിൽ ഫണ്ട് എങ്ങനെയാ? ഫണ്ടിന്റെ കാര്യം പിന്നെ ചോദിക്കാനുണ്ടോ? പഞ്ചായത്ത് മെമ്പറല്ലേ ഇവിടെ പന പോലെ നിൽക്കുന്നത്. പഞ്ചായത്ത് മെമ്പറിന്റെ ഭാഗത്തുനിന്ന് പകുതി ഫണ്ട് എന്തായാലും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് കൂടി പകുതി ഫണ്ട് ഞങ്ങളും തരും. അയ്യോ ഈ പദ്ധതി ഗംഭീരാവും. നാട്ടുകാർക്ക് കുടിവെള്ളം ഉണ്ടാക്കുന്ന പദ്ധതിയെ കുറിച്ചല്ലല്ലോ ചർച്ച ചെയ്യണത്. 9 മണിക്ക് മുമ്പ് ബിവറേജ് അടക്കുമ്പോ പരിവിട്ട് സാധനം മേടിക്കുന്ന ചർച്ചയല്ലേ ഇവിടെ നടക്കുന്നത്. രാഷ്ട്രീയക്കാരനാണ് പോലും രാഷ്ട്രീയക്കാരൻ. എന്നിട്ട് പോടാ അവിടുന്ന്. അങ്ങനെ പറയരുത്. അങ്ങനെ ഇയാളെ കൊച്ചാക്കി പറയരുത്. ഇയാൾ ഇവിടെ പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷമാണ് നമ്മുടെ ഈ കുഗ്രാമത്തിൽ ഒരു 4 വരി പാത വന്നത്. എങ്ങനെ? ഇവിടെ ഇയാൾ പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷമാണ് ഇവിടെ 4 വരി പാത വന്നതെന്ന്. ഇവൻ പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷം ഇവിടെ 4 വരി പാത അല്ല വന്നത്. പിന്നെ ഇവിടെ 4 പേരുടെ വായിന്ന് പതയാ വന്നത്. പത അങ്ങനെ പറഞ്ഞു കൊടുക്കാം പഞ്ചായത്ത് മെമ്പർ. പിന്നെ ഒരു കാര്യം, 29-28
29 തീയതി 28ആണ്. അയ്യോ മൊത്തം പൊളിയുമല്ലോ. ഈ 28 കഴിഞ്ഞാണ് 29 എന്ന് വിചാരിച്ച് ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ച് പല കാര്യങ്ങളും ചർച്ച ചെയ്യുണ്ടായി. ഇപ്പൊ അത് മൊത്തം പൊളിയുമല്ലോ. അല്ല ശരിക്കും പറഞ്ഞ ഈ 28 29 28ആണ്. ഇനി നീ ഇവിടെ നിന്ന് കൂടുതൽ വർത്താനം പറഞ്ഞ 17-ന്റെ അന്ന് നിന്റെ 16. 17 അതെന്താണ്? ഇന്ന് 1-ാം തീയതി ഇന്ന് നിന്നെ ഞാൻ കൊന്നു കഴിഞ്ഞാൽ 17-ന്റെ അന്ന് നിന്റെ 16 ഞാനിവിടെ ചടത്തുന്നു. ചേട്ടൻ 29 28 എന്ന് പറഞ്ഞാൽ അതല്ലെന്ന്. പിന്നെ 29-ാം തീയതി എന്റെ കൊച്ചിന്റെ 28ആണെന്ന്. ശരി. അപ്പൊ എല്ലാരും വന്ന് സന്തോഷമായിട്ട് കൂടിയിട്ട് പോണം കേട്ടോ. എനിക്ക് വരാൻ പറ്റുന്നു. ഇത് തീർന്നിട്ട് ഞാൻ എങ്ങനെ വരാനാണ്? ഒന്നും നേരിടടാ. എന്റെ ബാലചേട്ടാ ഇവന്റെ കുഞ്ഞായോണ്ട് പറയല്ല, കണ്ടാ അറിയാം അവനൊരു രാഷ്ട്രീയ ഭാവി ഉണ്ട്. ഉണ്ടാവും. മെമ്പർ കള്ളം പറയണ്ട. മെമ്പർ എന്റെ കൊച്ചിനെ കണ്ടിട്ടില്ലവര്. ഇപ്പൊ പ്രത്യേകിച്ച് കാണേണ്ട കാര്യമുണ്ടോ? നിന്റെ കുഞ്ഞ് നിന്റെ വീട്ടിലേ ഇരിക്കത്തുള്ളൂ. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. എന്റെ കൊച്ച എന്നെ പോലെ അല്ല ഇരിക്കുന്നത്. ഇത് ഞാൻ പണ്ടേ പറയാറുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ കളിയാക്കി. ഞാൻ പോസ്റ്റർ ഇട്ടിച്ചതിന് വരെ നിങ്ങൾ എന്നെ ആക്ഷേപിച്ചു അറിയാമോ? ഞാൻ ഈ കേസ് പല പ്രാവശ്യം നിന്നോട് സംസാരിച്ചാണോ? ഇവന്റെ പെണ്ണുമ്പിള്ള പണിക്ക് പോണ വീട്ടിൽ ഡ്രൈവറായിട്ട് ലബ്ബുണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞപ്പോ നീ അങ്ങനെ കളിയാക്കി. ആ കേസിൽ വന്നേക്കുന്നതാണ് ഈ കൊച്ചി. പിന്നെ ആ കൊച്ചിന് എങ്ങനെ ഇവന്റെ ഷേപ്പ് ഉണ്ടാകും? അതല്ല പറഞ്ഞത്. എന്റെ കൊച്ചിന്റെ ഷേപ്പ് എന്റെ പെണ്ണുമ്പിള്ള പോലെയാണ്. അതാ ഞാൻ ഈ പറഞ്ഞത്. നിന്റെ പെണ്ണുമ്പിള്ള ഷേപ്പ് നിന്റെ കൊച്ചിന് വരുള്ളൂ. അത് ഞാൻ പറഞ്ഞപ്പോ ഈ പോക്കിരുന്ന് എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ? നിന്റെ പെണ്ണുമ്പിള്ള ആള് ശരിയല്ല, അവള് പണിക്ക് പോണ വീട്ടിലെ ഡ്രൈവറായിട്ട് ലബ്ബുണ്ട്, അങ്ങനെ സംഭവിച്ചാണ് ഈ കൊച്ചെന്ന്. ഇവൻ പറയണ നിന്റെ കൊച്ചിന് എന്റെ ഷേപ്പാണെന്ന്, അവൻ പറയണ അവന്റെ കൊച്ചിന് എന്റെ ഷേപ്പാണെന്ന്. ഈ കട പൂട്ടിയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത എനിക്ക് ഇതിന് മാത്രം കൊച്ചുകളുടെ ഷേപ്പ് എങ്ങനെയാ വന്നെന്ന് ആലോചിച്ചിട്ട് നിനക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് പാടുന്നു. ഒരു കാര്യം തീരുമാനിച്ചോ, എന്റെ കൊച്ചിന് എന്റെ ഷേപ്പ് തന്നെയാണ്. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പിച്ചോ? നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ ഫേസ്ബുക്കിലും വാട്സപ്പിലും കയറി ഇറങ്ങി നിരങ്ങി. അതെ എന്റെ പൊന്നി ചേട്ടാ, എത്രയും പെട്ടെന്ന് എന്റെ കാര്യം ഒന്ന് ശരിയാക്കി വിടുന്നുണ്ട്. മുടി വെട്ടിട്ട് ഇപ്പൊ വരാന്ന്. എന്റെ കുമാരാ നിക്ക്. ആ പശുവിനെ ആ പുറത്തെവിടെയെങ്കിലും കൊണ്ട് കെട്ടാൻ. പുറത്ത് കെട്ടെന്ന് പറഞ്ഞ് ഇന്നാൾ ചേട്ടൻ ഇതുപോലെ പറഞ്ഞിട്ട് ഞാൻ പുറത്തോണ്ട് കിട്ടിയത്. ഏതാണ്ട് ഒരു കുരുത്തം കെട്ട ചെക്കൻ വന്ന് പശുവിനെ അഴിച്ചു വിട്ടു. അറിയോ? ആ പോയ പോക്കിൽ പശു എന്താ ചെയ്തെന്നറിയോ? ഒരു നേതാവിന്റെ കണ്ണും മൂക്കം കടിച്ചു നിന്ന്. താനെന്ത് വർത്താനാണോ ഈ പറയുന്നത്? ഇവിടെ ഒരു സാധാരണപ്പെട്ട ഇതുപോലുള്ള ഒരു പശു പോയിട്ടൊരു മനുഷ്യന്റെ കണ്ണും മൂക്കും കടിച്ച് തിന്നു എന്ന് പറഞ്ഞാ അത് വിശ്വസിക്കാനായിട്ട് ഞങ്ങൾ ഒരു മണ്ടന്മാരല്ല. ആ പശുവിനെയാണോ വളർത്തുന്നത് അതോ സിംഗത്തിനെയാണോ? ഈ മരത്തലയിലെ കാലം ഇതിന്റെ അകത്ത് പിടിച്ചു കയറ്റി. എടോ, ഒരു രാഷ്ട്രീയ നേതാവിന്റെ പോസ്റ്ററിലുള്ള കണ്ണും മൂക്കും കടിച്ചു എന്നാ പറഞ്ഞത്. അല്ലാണ്ട് എങ്ങനെ തിന്നാതിരിക്കും? കണ്ണും മൂക്കൂല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനമല്ലേ ഇവനെ പോലുള്ളവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കണത്. അത് തന്നെ. പറഞ്ഞോ. ഓ, ഞാൻ കൊച്ചിനെ ഡേ കെയറിലാക്കിയാണെന്ന് ആലോചിക്കുക. അതിനകത്തിനാടാ? അല്ല, അതാകുമ്പോ തുടക്കം മുതലേ ഇംഗ്ലീഷ് പഠിച്ചോളൂല്ലോ. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയാണ് അവിടെ ആക്കണത്. അതിന് വെറുതെ അവിടെ കൊണ്ടുള്ള കാശൊക്കെ എന്തിനു വെറുതെ കളയണതാ? ഇവന്റെ പാർട്ടിയിലാക്കിയാ മതി. എ മുതൽ ഇസഡ് വരെ ഗ്രൂപ്പാ. അതും കഴിഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടെന്നാ ഞാൻ കേട്ടേക്കണത്. നിന്നെ കൊണ്ട് നാട്ടുകാർക്കോ ഗുണമില്ല, വീട്ടുകാർക്കോ ഗുണമില്ല. എനിക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. നീ ആ മാസി ഒന്ന് ഇവന്റെ നേരെ പിടിച്ചേരാ. ഞാനിത് ഒന്ന് വെട്ടി തീർക്കട്ടാ. ഇവന്റെ നേരെ ഒന്ന് പിടിച്ചിങ്ങട്. എങ്ങനെ ഇങ്ങനെയാ? അങ്ങനെ നേരെ ഇങ്ങനെ പിടി. ഇങ്ങനെ വന്നാണ്ടാവും. വന്നാണ്ട അനുസരണുള്ളവരാ. നേരെ നേരെ അങ്ങനെ നിൽക്കട്ടെ. ഇനി അനക്കല്ലേ. ഇവന്റെ വെട്ടിയിട്ട് വേണം നിന്റെ വെട്ടാൻ, നിന്റെ വെട്ടിയിട്ട് വേണം അവന്റെ വെട്ടാൻ. നിങ്ങളുടെ 3 പേരെയും വെട്ടി കഴിഞ്ഞിട്ട് വേണം എനിക്കിതൊന്ന് ഇറക്കാൻ. അനക്കാതെ പിടിച്ചോ. അറിഞ്ഞോ? അറിഞ്ഞറിഞ്ഞ് ഇവൻ വീണത് ഞാൻ അറിഞ്ഞ്. ഈ തെണ്ടി പറഞ്ഞല്ല, പിന്നെ ഈ പത്രത്തിലുള്ള കാര്യം അറിഞ്ഞോ? ചൊവ്വയിൽ ജീവന്റെ തുടിപ്പ് കണ്ടു. അങ്ങനെയാണെങ്കിൽ എന്ത് വില കൊടുത്തു? ഞങ്ങളെ പാർട്ടി അവിടെ പുതിയ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കും. നിങ്ങൾ പാർട്ടിക്കാരവിടെ ഗ്രൂപ്പ് തുടങ്ങിയാലും വേണ്ടില്ല, എന്ത് തുടങ്ങിയാലും വേണ്ടില്ല. ഞങ്ങൾ ബാർബർമാർ ആരും അങ്ങോട്ട് വരില്ല. അതാണ് ചൊവ്വാഴ്ച ഞങ്ങൾക്ക് മുടക്കാം. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു പശുവിനെ പുറത്ത് കെട്ടിട്ട് വന്നോന്ന്. ഞാൻ അങ്ങോട്ട് വന്നിട്ടല്ല. പശുവിനെ അവിടെ കൊണ്ട് കെട്ടാൻ. എനിക്ക് മുടിയൊന്നും വെട്ടണമെന്ന് പറഞ്ഞില്ലേ? തന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞത്? താനെന്ന് എഴുന്നേക്ക്. ഞാൻ അവന്റെ മുടി ഒന്ന് വെട്ടിവിടട്ടെ. അല്ലെങ്കിൽ പശു അവിടെ ചാണാനിട്ട് മൂത്രം ഒഴിച്ച് ഞാൻ ലോൺ എടുത്ത് ഉണ്ടാക്കിയേക്കുന്നത് ഇതൊക്കെ പൊളിയും. താനെന്ന് എഴുന്നേറ്റ്. സംസ്ഥാനം പശുവിനെ പിടിച്ചാൽ മതി. അവിടെ പിടിച്ചോ. പശുവിനെ മുറുക്ക പിടിച്ചോളണം കേട്ടോ. എന്താ മുഖത്തൊരു വൈക്ലഭ്യം? അത് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ മുത്തശ്ശി പോയി. മുത്തശ്ശി മരിച്ചുപോയോ? മരിച്ചു പോയതല്ല, മുത്തശ്ശി ഫേസ്ബുക്ക് വഴി ഭയങ്കര ചാറ്റിംഗ് ആയിരുന്നേ. 22 വയസ്സുള്ള ഒരു ചക്കനായിട്ട് അവനായിട്ട് ഒളിച്ചോടി പോയി. നിന്റെ മുത്തശ്ശി ബെർമൂഡൻ ടീഷർട്ട് ഇട്ട് നടക്കണ കണ്ടപ്പോഴേ എനിക്ക് തോന്നി അത് പരുന്തുംകാലി പോകുന്നു. വന്നാലല്ല ഞാൻ വന്നിരിക്കാൻ മര്യാദക്ക്. പശുവിനെ കൊണ്ട് നന്ദിനി അടങ്ങിയിരിക്കട്ടോ. വെട്ടിക്കോട്ടെ. ചേട്ടൻ മുടി വെട്ടിട്ട് വരാം.
ഇത് വെട്ടി തീർത്തിട്ട് വേണം എനിക്ക് വേറെ അവിടെ അനങ്ങാണ്ടിരി പശു പിടിച്ചിട്ടുണ്ടോ? റെഡിയാണല്ലോ? പിടിക്കാൻ കൊണ്ട് വെട്ടിക്കോട്ടെ. റെഡി വെട്ടാൻ പോണ എന്ത് വെട്ടി തീരുന്ന് എനിക്ക് ആ പശുവിനെ മര്യാദക്കൊന്ന് പിടിക്കുന്നേ. എടാ നിങ്ങൾ വായ പിടിച്ചിട്ട് കയറിലൊന്ന് പിടിച്ചു കൊറാവേ. ആ ഇത് പിടിച്ച് അതെ കയറി പിടിക്കാൻ പറഞ്ഞപ്പോ അവന്മാര് വടംവലി നടത്തണം. എടാ മര്യാദക്ക് പശുവിനെ ഉറപ്പിച്ച് പിടിക്കാൻ അവിടെ ഇത് വെട്ടണമെന്നുണ്ടെങ്കിൽ ഇത് വെട്ടിട്ട് വേണം നിന്റെ വെട്ടാൻ, അത് കഴിഞ്ഞിട്ട് വേണം അവന്റെ വെട്ടാൻ, അത് കഴിഞ്ഞിട്ട് ഇറക്കാൻ. പിടിച്ചോ പിടിച്ചോ. ഇതെങ്ങനെ എടുക്കണ്ട? എങ്ങനെയാണ് മമ്മട്ടി കൊണ്ട് വെട്ടിയാൻ കറക്കടോ കത്തി കൊണ്ട് വെട്ടണോ? അതുകൊണ്ടല്ലേ ഈ ചെയ്യാൻ പോണത്. ഉറക്ക പിടിച്ചോട്ടെ. ഞാൻ ലോൺ എടുത്തിട്ടേക്ക് കറിയാം. നീയൊക്കെ കൂടി ഇത് പൊളിക്കുവാടാ. എനിക്ക് മുടിയൊന്നും വെട്ടട്ടെ. മുടി വെട്ടാനല്ലേ ഞാൻ ഈ ശ്രമം നടത്തുന്നത്. നിന്റെ ഒടുക്കത്തൊരു പശു എന്റെ പേരാ ശരിക്കും നിനക്ക് വിടുന്നത്. ഗോപാലന് ഒരു ഗോകാരന് ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുന്നത്. ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് കാര്യമില്ല. ഈ കസേരയിലൊരു കെട്ടിട്. ഈ കസേരയിലേക്ക് ഒരു കെട്ടിടായി. കസേരയില നീ എന്റെ വില കളയല്ലേ, ഒന്ന് അടങ്ങി നിക്ക്. നിന്നോളോ. മുറുക്ക പിടിച്ചോ. നന്ദിനി അനങ്ങരുതട്ടോ. ഈ പശു എങ്ങനെ കൊണ്ടുപോകണം? മിണ്ടാപ്രാണി ആയാറോട്ടാ. മിണ്ടാപ്രാണിയെ തല്ലണത് നാണക്കേടാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ മിണ്ടണ ഒരു പ്രാണി ഉണ്ടല്ല നിന്നെ ഞാൻ പശുവിനെ ഇവിടെ കയറ്റുന്ന പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലടാ. ഇതിങ്ങനെ നടക്കത്തില്ല. നടക്കൂല. ഇതൊരു സാധാരണ പശുവല്ല. കാലിപ്പശുവാ. കാലിപ്പശു എന്ന് വെച്ചാൽ കാലിപ്പശു മാത്രമല്ല, ഇതൊരു കുതന്ത്രം പഠിച്ച പശുവാണ്. ഈ രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള പല കുതന്ത്രങ്ങളും ഞാൻ ഈസി ആയിട്ട് എന്റെ ദൈവമേ. ഇവിടെ താനിവിടെ ഇരുന്ന തന്നെ വല്ല അണയടിച്ചു വെക്കാം. പശുവിനെ മര്യാദ പിടിച്ചോൻ. അതുകൊണ്ട് ഈ പന്ന പശുവിനെ ഒതുക്കാൻ ഒറ്റ വഴിയുള്ളൂ. നമ്മൾ സാധാരണ കെട്ട് കെട്ടിയിട്ട് കാര്യമില്ല. ആദ്യം നിന്റെ കെട്ട്, അത് കഴിഞ്ഞ് ഈ കസേര മുഴുവൻ കെട്ട്, അത് കഴിഞ്ഞ് ഞാൻ കെട്ട്, അത് കഴിഞ്ഞ് അളിയെ കെട്ട്. കേട്ടാ നിങ്ങളെല്ലാവരും കെട്ട് കെട്ടി ശബരിമലക്ക് പോയി. ഞാൻ കാണിച്ചു തരാം. ഇതിലും വലിയ പശുവിനെ ഞാൻ കെട്ടാങ്ങോട് വേഗം കെട്ട്. തുമ്പം വലിച്ചെടുക്കും. തുമ്പം കസേര കെട്ടാങ്ങോട്. കസേര കെട്ട. കസേര അവനെ ചേർത്ത് കെട്ടും. ഇവൻ ഒറ്റ ഒരുത്തനെ ഇവിടെ ഈ പ്രശ്നം പൊത്തോണ്ടാക്കണ. ബാക്കിയണ്ട ബാക്കിയുണ്ട് ഇവിടെ കേട്ടോ. ഒരു ഉറപ്പായിക്കോട്ടെ. ഇനി പോകൂലായിരിക്കും. ഒരിക്കലും പോകില്ല. കാണണമല്ലോ. ഇതിനൊക്കെ വല്ല ഇനി കാലിപ്പശു അല്ല കൊമ്പനാന വന്നാൽ ഇതനങ്ങൂല. ബാലന്റെ അടുത്താ കളി. പിടിച്ചോ. വെട്ടാൻ പോണേ. വെട്ടിക്കോ. 2 3 വെട്ടി. എന്റെ ദൈവമേ, ഒരു കാലിപ്പശു വന്ന് എത്ര പെട്ടെന്നാ എന്റെ കട മൊത്തം കാലിയാക്കിയത്. ബാർബർ ബാലൻ. വെറും ബാലനല്ല, ഗോപാലൻ. ബാലൻ ഗോപാലൻ നമുക്ക് വിഷയമല്ല. നിങ്ങൾ എന്താണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തത്? നാളെ നടക്കില്ല. മറ്റന്നാളും നടക്കില്ല. നിങ്ങൾ കൂടെ സംസാരിക്കുന്നത് വേണ്ട. ഞങ്ങൾ ഈ കട ജപ്തി വന്നിരിക്കോ? ജപ്തി ചെയ്യാൻ വന്നിരിക്കുകയാണ് ഞങ്ങള്. കട ജപ്തിയാൻ വന്നാണാ? എന്റെ പൊന്നു സാറുമാര് 2 മിനിറ്റ് മുമ്പ് വരണ്ടേ? നന്ദിനി വന്ന് കട കംപ്ലീറ്റ് ജപ്തി ചെയ്തോണ്ട് പോയി. നന്ദിനി അതേത് ബാങ്കാണ്? നന്ദിനി ബാങ്കല്ല, പശു പുല്ലും തിന്നോണ്ട് പശുമ്പാ. വിനയേട്ടാ, ഇന്ന് ആകെ പ്രശ്നം കേട്ടോ എനിക്ക് തോന്നുന്നത്. അല്ല, ഇന്നിവിടെ ഇടി ടീമാണ് വന്നിരിക്കുന്നത്. അല്ല, ഇടി സിനിമയിലെ ടീമില്ലേ അവര്. എടോ, ഇടി ടീം എന്ന് പറഞ്ഞിട്ട് പേടിക്കണ്ട. ഇടി എന്ന് പറയുന്ന സിനിമ ഒരു ആക്ഷൻ പടമല്ല. ഇടി എന്ന് പറയുന്ന സിനിമ ഒരു ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് ആണ്. ഇന്ന് തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ഇടി എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരും സംവിധായകനും അതിലെ നായികയുമാണ് ഇന്ന് കോമഡി സൂപ്പർ നൈറ്റ് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം സാജിദ് യഹിയ ആൻഡ് ശിവദ. सुरमा बटोरे लगू दे चुचुर बड़े हाय फाय दिल पे तराती साडे चल जाती मारे दिल गुलाटी पूछे वाय वाय मैं तो एवी 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 लट गया मैं तो एवी 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 लट गया
എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് വിനയേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാള് സാജിദേട്ടനാണെന്ന്. സത്യമാണോ അത്? ഇപ്പോഴാണ് എനിക്കത് വിശ്വാസമായത്. എനിക്ക് തോന്നുന്നു എന്നെ എന്റെ ലൈഫിൽ, എന്റെ ആക്ടിങ് കരിയറിലും അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരാളാണ് സാജിദ്. അതെ, എല്ലാ കാര്യത്തിനും ഇത്ര പോസിറ്റീവായി എടുക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. സീരിയസ്ലി. വിനയേട്ടന്റെ വാക്കുകൾ കേട്ടിട്ട് സാജിദേട്ടൻ ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല. അല്ല, എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇമോഷണൽ മൂവ്മെന്റ് ആണ്. കാര്യം സാജിദിന്റെ അത്തരം ഒരു ഇമോഷണൽ കണക്ട് ഉള്ള ഒരു ഗസ്റ്റ് ഈ സ്റ്റേജിൽ വന്നിട്ടില്ല. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു ഫിലിം സ്റ്റാർ വിനയാണ്. ഞാൻ അന്ന് മുതൽ എന്റെ മൊബൈലിൽ ആക്ടർ, അതെ, ഞാൻ അന്ന് മുതൽ എന്റെ മൊബൈലിൽ സൂപ്പർ സ്റ്റാർ വിനയ് എന്നാണ് സേവ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തത് മുതൽ അത്രത്തോളം ഞാൻ കളിയാക്കാൻ പറ്റില്ല. എനിക്ക് ഇന്നലെ ഞാൻ ഭയങ്കര ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കരഞ്ഞുപോയി. അതായത് വിനയുടെ ഫേസ്ബുക്കിൽ വിനയുടെ പേജിൽ കവർ ഫോട്ടോ എൻ്റെ ഫോട്ടോ, എനിക്കത് ഇത്രയും ഒരു ആക്ടർ, ഇത്രയും തെളിച്ചൊരു ആക്ടർ എൻ്റെ ഫോട്ടോ, അത് ഭയങ്കര എനിക്ക് കരച്ചിൽ വന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് ഇടി, അതായത് നമ്മളുടെ ഒരു സിനിമ തന്നെയാണ് ഇടി, അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആണ്. കാര്യം സാജിദിന്റെ ആദ്യത്തെ ഡിറക്ഷൻ വെഞ്ചറാണ് ഇടി. അത് ഇത്തരം ആളുകൾ സ്വീകരിച്ചു എന്നുള്ളതിൽ സാജിദിനെ പോലെ തന്നെ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലേ? അപ്പൊ പറയൂ ഇടിയുടെ വിശേഷങ്ങൾ. ഇടി പറഞ്ഞല്ലോ, ഇടി ഒരു പേരിൽ ഇടി ഉണ്ടെങ്കിലും ഇതൊരു ഇടിപ്പടമല്ല, ഇതൊരു കോമിക് പടമാണ്, കോമഡി പടമാണ്. ശരിക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാം, ഇല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്നൊരു പടമാണ്. നല്ല റെസ്പോൺസ് ആണ്. ഇന്നലെയും ഇന്നൊക്കെ റെക്കോർഡ് ഷെയർ ആണ് വന്നിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി എനർജിയിൽ നിൽക്കുവാണ്. നിങ്ങളെല്ലാവരും ഇടി കാണണം. ഇടി ഒരു പടമാണ്. സുഹൃത്ത് ബന്ധത്തിൽ മുങ്ങിപ്പോയ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഇടിയുടെ വിശേഷങ്ങള് ശിവത തന്നെ. അതെ, ഇടി പൊടി പൂരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കണമെന്ന് പറയാം. വളരെ നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. ഓഡിയൻസിൻ്റെ ഭാഗത്തായാലും ശരി, അതേപോലെ മീഡിയ ഭയങ്കര സപ്പോർട്ടാണ്. എന്താ പറയുക, ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടി കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർ ലൈവ് അപ്ഡേറ്റ്സ് പോലെയാണ്. ചേച്ചി ഞങ്ങൾ തിയേറ്ററിലേക്ക് കയറി, ഇൻ്റർവെൽ ആയി, ചേച്ചിയുടെ ഇൻട്രൊഡക്ഷൻ ആയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റെസ്പോൺസാണ്. എല്ലാവർക്കും ഒരുപാട് എന്താ പറയുക, താങ്ക്സ്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ഞങ്ങളുടെ ഈ ഒരു യങ് ആൻഡ് വൈബ്രന്റ് ടീം, സാർ ഇപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ടീമിൻ്റെ അകത്തേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. സോ ഈ യങ് ടീമിനെ ഞങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണുക. ഈ നോട്ടിൽ തന്നെ നമുക്ക് ഇടി എന്ന സിനിമയുടെ ട്രയലർ ഒന്ന് കാണാം. അതിനുശേഷം തിരികെ വരാം. ഓക്കെ. ആരാണ് ഈ ദാവൂദ് ഇബ്രാഹിം? അപ്പൊ ഇനി തൊപ്പിയും കുപ്പായവും കിട്ടിയാൽ മതി. ദാവൂദേ, എനിക്കൊരു ട്രാൻസ്ഫർ. തനിക്കറിയോ തന്റെ അടുത്ത പോസ്റ്റിംഗ് എവിടെയാണെന്ന്? കേരള കർണാടക ബോർഡറിലെ ഒരു ഹെൽ ലൈക്ക് പ്ലേസ്. അവിടെ ഞാൻ നേരിടേണ്ടി വരുന്ന ചലഞ്ചസ് അതെന്ത് തന്നെയാണെങ്കിലും ആര് തന്നെയാണെങ്കിലും ഞാൻ ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രാഹിം. ഇതൊരു മാതിരി പാണ്ടിപ്പടം പോലെ ആയല്ലോ. എനിക്ക് തോന്നുന്നു മറ്റേ എന്താ പറയാ, സാജിദ് അതായത് തിയേറ്ററിൽ ഓടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ എടുത്തൊരു സിനിമയാണിത്. ഇതൊരിക്കലും ഒരു ഉപദേശ സിനിമയോ, ഇതൊരിക്കലും ഒരു ഇമോഷണൽ ഹുക്കുള്ള സിനിമയോ, ഇതൊരു ഭയങ്കര ലവ് സ്റ്റോറിയോ ഒന്നുമല്ല. സിനിമ അല്ലേ? അല്ല. ഇതൊരു നമ്മൾ സ്ഥിരം കണ്ട സിനിമയുടെ ഒരു വേറെ പാറ്റേൺ സിനിമയാണ്. നമുക്ക് എന്തൊക്കെ പുതുമ കൊണ്ടുവരാൻ പറ്റുമോ മേക്കിംഗ് സ്റ്റൈലിലും അതെല്ലാം ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ആളുകൾ ഏറ്റെടുത്തു എന്നാണ് ഇപ്പൊ കിട്ടുന്ന റെസ്പോൺസിൽ നമുക്ക് തോന്നുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു ഈ ഒരു റീസൺ കൊണ്ടായിരിക്കും തിയേറ്ററുകളിൽ മറ്റേ സിനിമകൾ ആഘോഷമാകുന്നത് അപൂർവമാണ്. അതെ. നമസ്കാരം. സുഖമല്ലേ? നമസ്കാരം. ഞാൻ അമ്പിളിക്കല അമ്പിളി ഒരു പ്രൊഡ്യൂസറാണ്. അല്ല, ഇവിടെ എന്താ പരിപാടി? ഞാൻ ശിവത, എൻ്റെ ഒരു സിനിമ, ഞാനൊരു പടം ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണ്. അതിലേക്ക് ശിവത എന്ന് വിളിക്കാൻ വേണ്ടി. ഹായ്, ഞാൻ സിനിമ കണ്ടു കേട്ടോ. സൂപ്പർ പടമാണ്. കേട്ടോ. ഓക്കെ, എക്സ്ക്യൂസ് മീ, ശിവത വൈബ്രേറ്റ്. ഓ സോറി, ജാക്കി ചാനാണ് കേട്ടോ, ചൈന. ഹായ് ജാക്കി ചാൻ. ജാക്കി ചാനൊക്കെ അറിയോ നിങ്ങക്ക്?
ഇടയ്ക്കിടയ്ക്ക് വിളിക്കും കേട്ടോ. എന്റെ അടുത്ത സുഹൃത്തുക്കൾ ഒരുപാട് VIPs എന്റെ സുഹൃത്തുക്കൾ. പിന്നെ അപ്പൊ ഞാൻ ശിവതയെ കാണാൻ വന്നെന്ന് പറഞ്ഞില്ല. ഞാനൊരു വലിയൊരു ബഡ്ജറ്റ് ഒരു പടം ചെയ്യാനുള്ളൊരു പ്ലാനിങ് ആണ്. കഥയും തിരക്കഥയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, സംവിധാനവും ഞാൻ ചെയ്യുന്നു. അളിയനെ ഞാൻ ഓക്കെ. അപ്പോൾ ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് അനുജത്തി, അതാണ് ശിവതയുടെ കഥാപാത്രം. അവർക്ക് 5 സഹോദരന്മാർ. പിന്നെ നായകനായിട്ട് വരുന്നത് വിക്രമാണ്. അപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ശിവതയ്ക്ക്? നായകൻ വിക്രം തന്നെ. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ നമുക്ക് കഥയൊക്കെ കേട്ടിട്ട് നോക്കാം. ഓക്കെ. എനിക്ക് ഈ സംഭവം എനിക്ക് നല്ലവണ്ണം അറിയാറ്. കാര്യം എന്നറിയോ, നടക്കാൻ പോകുന്ന സംഭവത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. അതായത് നമ്മുടെ ലേഖ്യോ, നമ്മുടെ പേര് പറഞ്ഞല്ലോ, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ സിനിമ വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് താങ്കൾ. കാരണം എനിക്ക് ആ മനസ്സ് വായിക്കാൻ പറ്റുന്നത് അതുകൊണ്ട്. ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല, സിനിമ നന്നായി ഓടുന്നു, സിനിമ വിജയിച്ചു എന്നുള്ളത്. ഓക്കെ. ഇനി ഞാൻ ശിവതയുടെ ഒരു കാര്യം ചോദിക്കാം. ശിവതയുടെ ഞാനൊരു പേഴ്സണൽ ആയിട്ടൊരു കാര്യം ചോദിക്കാം. ഒരു ഹൃദയം മിടിക്കുന്നത് ശിവതയ്ക്ക് വേണ്ടിയാണ് ഇല്ലെന്ന് പറയട്ടെ. ആണോ? എന്താണത്? ഒരു ഹൃദയം മിടിക്കുന്നത് ശിവതയ്ക്ക് വേണ്ടിയാണ്. അറിയാവോ അതൊന്ന്? അത് എന്റെ അല്ലേ? അയ്യോ, സംഭവം അത് കുറിച്ച് ഒരു സംഭവം ഞാൻ കയറി നോക്കിയതാണ്, അവിടെ ചീറ്റി പോയി. അപ്പൊ ഇനി അതങ്ങ് വിടാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിലെ നായികയായിട്ട് ഞാൻ താങ്കൾ അങ്ങ് ഫിക്സ് ചെയ്യാണ്. ഈ ബഡ്ജറ്റിനെ കുറിച്ചുള്ള സംഭവം അതൊക്കെ ഞാൻ പിന്നെ പറയാം. ബാഹുബലിക്കകത്ത് ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അതുപോലെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഇരുന്നു കൊണ്ടാണ് നായകൻ നായികയുടെ തന്റെ ഈ പ്രേമത്തിന്റെ കാര്യം പറയുന്നത്. അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുക. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഞാനൊരു നമ്മുടെ ഈ ലിസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പൊ എത്രയൊക്കെ ആവും എമൗണ്ട് എന്ന് അറിയില്ല. വെള്ളച്ചാട്ടം എന്നാ വിലയാവും? വെള്ളച്ചാട്ടം ഒട്ടും നടക്കില്ല. കാര്യം മറ്റേ അതിരമ്പള്ളി പോയി പെർമിഷൻ എടുത്ത്, പിന്നെ അവിടെ വിക്രമുണ്ടല്ലോ. വിക്രമുണ്ട്, എന്നാലും ഞാൻ എന്തെങ്കിലും ചെയ്താൽ. അപ്പൊ ഈ വെള്ളച്ചാട്ടം ഒരു കാര്യം ചെയ്യാം, അതിന്റെ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി എന്റെ വീടിന്റെ വടക്കേ പുറത്തൊരു ചെറിയൊരു പാറയുണ്ട്. ഞാൻ മേളിൽ കയറിയിരുന്ന് ബക്കറ്റിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കും, താഴെ ഇവരിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സർഫ് കൂടി കളിക്ക് കഴിഞ്ഞാൽ ഒരു പദ എഫക്റ്റും വരും. അപ്പൊ ഒരു പടം എന്നെ കൊണ്ട് എടുപ്പിക്കുന്നോട്ടെ കാര്യങ്ങൾ. ഇപ്പൊ എന്നാ വിലയാവും? ഓക്കെ. അപ്പൊ പറയൂ, ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് ആരാണ്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അത് വക്കീൽ നോട്ടീസ് ഒന്നല്ല അറിയാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പടം കൂടെ എടുത്തല്ലേ ഈ സംഭവം ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ എന്നാ വിലയാവും എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോവാം. അതാണ് അതല്ലേ. ഇവര് മറ്റേ ഇടി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് തിരക്കുണ്ട്. നിങ്ങൾ ഇനി അധികം നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ നിങ്ങളടുത്ത് പെരുമാറിയിരിക്കും. അല്ല, അത് അതെന്നാ സംസാരം? എന്താണ് അതെന്നാ സംസാരം? വിക്രമനെ വെച്ചൊരു പടം ചെയ്യുന്ന പറഞ്ഞ നിസ്സാര കാര്യമാണോ? നിങ്ങൾ ഈ പറയുന്ന ബക്കറ്റിന്റെ പരിപാടികളുടെ പടത്തിൽ വിക്രമ അഭിനയിക്കില്ല. എന്റെ പിന്നെ കുഞ്ഞമ്മേടമാൻ വിക്രമിനെ പടത്തിന് അഭിനയിക്കുന്നില്ലേ? നിങ്ങൾ ആരുടെ കാര്യമായി പറയണേ? നിങ്ങളുടെ കുഞ്ഞമ്മയുടെ മകൻ വിക്രമനെ വെച്ചിട്ടാണോ? വിക്രമൻ, ഞാൻ വിക്രം എന്നാണ് വിളിക്കും. എന്റെ കൊച്ചിറക്കാൻ ഞാൻ അവനെ വെച്ച് പടം ചെയ്ത് നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ട്? അതല്ലേ നിങ്ങൾ പറയുന്ന വിക്രം ആരാണ്? ഇനി നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇടി വാങ്ങുമെന്ന് സംസാരം ശരിയല്ല. എന്താ കാര്യം? സംസാരം ശരിയല്ലേ? അല്ല, ഞങ്ങളെ സമയം ഇടിക്കൊന്നും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കരുത് കേട്ടാ. ചെറുതായിട്ടൊന്ന് വരവിട്ടിട്ടാ നമ്മളങ്ങ് പോകും. അതിനുവേണ്ടി ഇടിക്കൊന്നും വേണ്ട കേട്ടാ. അപ്പൊ അളിയ നിന്റെ കാര്യം നമുക്ക് ഇടി കഴിഞ്ഞ തൊഴിയുന്ന ഒരു പടം നമുക്ക് ചെയ്യണം. ബഡ്ജറ്റ് ഞാൻ ഇട്ടോണ്ട് വരാം. പ്രശ്നം ഉണ്ടോ? ശരി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇടിയെന്ന ഈ ഒരു പടത്തില് നല്ല താടിയൊക്കെ വളർത്തിയ ഒരു പാപ്പി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൈറൽ ആകുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോസ് എല്ലാം. അതെ. അപ്പൊ അദ്ദേഹം, ഞാൻ ആ ഫിലിം കണ്ടില്ല, അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് പാപ്പി, അപ്പൻഡീസ് പാപ്പി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അതായത് ഈ കൊല്ലനഹള്ളിന്റെ ഗ്രാമത്തിലെ ഒരു കള്ളനാണ് പാപ്പി. പാപ്പി എന്ത് കട്ടാലും പാപ്പി അത് പിടിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അപ്പൊ വിഴുങ്ങിക്കളയും. പാപ്പിയുടെ വയറ്റിൽ ഇപ്പൊ ഒരു സാധനവും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു വേറൊരു ഭയങ്കര ഇമോഷണൽ മൊമെന്റ് ഇടി എന്ന് പറയുന്ന സിനിമയിലുണ്ട്. എന്താണെന്നറിയത്, സാജിദ് ഭയങ്കര ബ്ലെസ്ഡ് ആണോ, അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. സാജിദിന്റെ അമ്മ ഈ സിനിമയിൽ പാടിയിരുന്നു അല്ലേ? അത് ഭയങ്കര ബ്ലെസ്ഡ് മൊമെന്റ് അല്ലേ? ഭയങ്കര ബ്ലെസ്ഡ് മൊമെന്റ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമാണ്. കാര്യം ഇങ്ങനെ ഒരു ഈ പടത്തിൽ ദാവൂദ് ജനിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ അവിടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ താരാട്ട് പാട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ എൻ്റെ ഉമ്മ പണ്ട് മദ്രസയിലൊക്കെ നന്നായിട്ട് പാടുമായിരുന്നു. ചെറുപ്പത്തിലെ പുള്ളിക്കാർ പറയും എനിക്ക് മറ്റേ എന്തുവാ സോപ്പ് ഇട്ടിട്ടുണ്ട്, പാത്രങ്ങൾ ഇട്ടിട്ടുണ്ട്, പിച്ചള പാത്രങ്ങളൊക്കെ പ്രസന്റ് ഇട്ടിരുന്നു എപ്പോഴും പറയും. അപ്പം ഞാൻ ഒരു പാട്ട് രാവിലെ പറഞ്ഞു, നീ വിളിച്ചിട്ട് വന്നു, നമുക്ക് ഉമ്മ ഈ പാട്ട് നിൻ്റെ ഉമ്മ പാടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മയെ വിളിച്ചിട്ട് വന്നു. ഈ സ്റ്റുഡിയോയിൽ ഹെഡ്ഫോണും മയക്കുണ്ടപ്പോൾ പേടിച്ച് വിറച്ച്. പിന്നെ രാവിലെ ഭയങ്കര രസമായിട്ട് അത് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടം സംബന്ധിച്ച് ഇതിന്റെ പ്രിവ്യൂ കണ്ടിരുന്നപ്പം ഇതിന്റെ പ്രൊഡ്യൂസർ അജാസ് എന്ന് പറയും, ഡോക്ടറാണ്, രണ്ടുപേരാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അജാസ് ബൻ എടുത്ത് പറഞ്ഞ് സാജിദ എനിക്ക്
കൊച്ചി എനിക്ക് ആ പാട്ട് വന്നപ്പം എനിക്ക് കരച്ചിൽ വന്നു പറഞ്ഞു. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. എന്ന് പറഞ്ഞാൽ അതൊരു വർക്കായി എന്നുള്ള സാധനം. പിന്നെ എൻ്റെ ഫസ്റ്റ് പടത്തിൽ എൻ്റെ ഉമ്മയുടെ വോയിസിലൊരു പാട്ട്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാത്തത് ഈ സ്റ്റേജില് പാട്ട് പാടുന്ന കാര്യം പറയരുത്. മ്യൂസിക് മോജോയില് പാടിയിട്ടുള്ള ഒരു സിംഗറാണിത്. അന്ന് ഞാൻ തീരുമാനിച്ചു, അളിയോ സാജിദിന് പാടാൻ ഞാൻ പാടും. എന്താണെങ്കിലും പാടിയേ പറ്റുള്ളൂ. അതെ, ഒരു 2 വരി. ഞാൻ പാട്ട് പാടാ. ആ പിന്നെ ഇടിയിൽ പാടിയിട്ടുണ്ടല്ലോ സാജിദ്. പിന്നെ അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി കിളി നൊന്ത് പാടിയ രാഗം രാരീരം രാരോ അത് മനമാകെ നിറഞ്ഞേ രാരീരാരം ഈനമായി കിലും കിലും താളമായി കണ്ണെ നിന്നെ കാണാൻ നിന്നതാരോ ഓരോ കടങ്കഥകളായി കാണാം പല മുഖങ്ങളായി തേടും മറുതീരം ദൂരെ ദൂരെ ഓരോ കടങ്കഥകളായി കാണാം പല മുഖങ്ങളായി തേടും മറുതീരം ദൂരെ ദൂരെ. ഞാൻ പറയുന്നത് കേട്ട് അനുസരണം നിന്നോളാം, മനസ്സിലായില്ലേ? താനെന്താണോ കുട്ടീനെ ഉപദ്രവിക്കുന്നത്? ഉപദ്രവിക്കണ എനിക്ക് ഉപദ്രവിക്കാൻ ആവശ്യമുണ്ട്. എന്താ കാര്യം? ഞാൻ എന്റെ അധ്യാപകനാണ് സ്നേഹേന്ദ്ര മാഷ്. അതുകൊണ്ട് വിനയ മാഷിന്റെ കാര്യം മനസ്സിലാക്കാം. വിനയ മാഷ് ഞങ്ങൾ അധ്യാപകർ എല്ലാവരും മാഷ് മാഷെന്ന് വിളിക്കോളേ. വിനയ ഫോട്ടോ ഞാൻ നേരിട്ട് കാണാതിരിക്കുകയാണ്. എന്താ കാര്യം? ഞാൻ ഇതൊരു TV കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. അതല്ല കാര്യം. അതായത് ഇവൻ എന്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്, നന്നായിട്ട് പഠിച്ചിരുന്നവരാണ്. കഴിഞ്ഞ മാസത്തെ അറ്റൻഡൻസ് നോക്കിയപ്പോ 2 ദിവസം മാത്രമേ ക്ലാസ്സിൽ വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം അബ്സെന്റ്. എന്താ കാര്യം? അന്വേഷിച്ചപ്പോ കോമഡി സൂപ്പർ നൈറ്റിൽ പങ്കെടുക്കാൻ വന്നാന്ന്. പൊന്നു മാഷുള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഇവൻ എപ്പോ വരുമ്പോഴും ഞാൻ പറയാറുണ്ട്, സ്കൂളിൽ പോയില്ലേ, എന്താ സ്കൂളിൽ പോകാത്ത? അവസാനം എനിക്ക് നാണക്കേടുമെന്ന് ഞാൻ നിർത്തി. സാറേ നമസ്കാരം. നമസ്കാരം. സിനിമയെ കാണാറുണ്ട്. ഇവന്റെ അധ്യാപകനാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, നന്നായിട്ട് പഠിച്ചിരുന്നവനാണ്. സ്വഭാവം മൊത്തം മാറിയിരിക്കുകയാണ്. ഇവനും ഞാൻ ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ പോണ വഴിക്ക് ഒരു തെങ്ങുംപാലം കയറി പോണ സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഈ തെങ്ങുംപാലത്ത് കാലിൽ എത്തി ഞാൻ വെള്ളത്തിൽ പോയി ഒരക്ക് വരെ മുങ്ങി തണോണ്ടിരിക്കുകയാണ്. ഇവൻ എന്താ ചെയ്തെന്ന് ചോദിച്ചേ. എന്തോ ചെയ്ത്? എന്റെ മരണം ആഘോഷിക്കാൻ നോക്കിയ ചെറുക്കനാ. പോട്ടെ നോക്കാം. പ്രോഗ്രസ് കാർഡ് ഒപ്പിടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇവൻ പറയണേ, അച്ഛൻ ബിസിയാ, തിരക്കില്ല, സാറ് വേണമെങ്കിൽ അത് ഫേസ്ബുക്കിൽ ഇട്ടോ, അച്ഛനെ ടാഗ് ചെയ്തോ, ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുന്നുണ്ട്. 1000 ലൈക്ക് കിട്ടില്ലെന്ന്. നിസാരൊരു ചോദ്യം, കുഞ്ഞു ചോദ്യം. ആകാശത്തുകൂടി പറക്കുന്നതും പ്രസവിക്കുന്നതുമായിട്ടൊരു ജീവിയുടെ പേര് പറയുക. അത് പറഞ്ഞില്ല സൂരജ് നീ? എന്താണ്? എയർ ഹോസ്റ്റസ് അല്ല, വവ്വാലല്ലേടാ നാക്രി. എങ്ങനെയാണ് വവ്വാലുണ്ടാകുന്നത്? ഇതാണ് കയ്യിൽ. മാത്രമല്ല ഇവൻ മാത്രമല്ല, ഒരു 30 കുട്ടികളോട് ക്ലാസ്സിലുണ്ട്. അപ്പൊ ആ 30 കുട്ടികളുടെ കാരണന്മാർ എൻ്റെ അടുത്തൊരു പരാതി. അയ്യോ, അവർക്കും ഇത്തരത്തിലുള്ള കഴിവുകളുണ്ട്, ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുത്തൂടെ എന്നൊരു ചോദ്യം. അത് കുഴപ്പമില്ല, വരാൻ പറഞ്ഞോളൂ, നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. അവരെ പങ്കെടുപ്പിക്കാമോ? 30 കുട്ടികളെ? അതെല്ലേ. അപ്പൊ അതിന്റെ കൂട്ടത്തില് എനിക്കും ചെന്ന് ചേരാലോ. അതിന്റെ കാര്യം അതായത് സാറിന് വരാൻ ഇവിടെ ഇരിക്കാൻ നമ്മൾ ഫ്രണ്ടിൽ ഇരുത്താം. ഫ്രണ്ടിലാ? അതല്ല ഉദ്ദേശിച്ചത്, എനിക്ക് ഗസ്റ്റ് ആയിട്ട് വന്നൂടെ? അതിന് സാറിന് സിനിമയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സിനിമയായിട്ട് ബന്ധം എന്ന് പറഞ്ഞാ ഇവരൊക്കെ സിനിമയായിട്ട് ബന്ധമുള്ള ആളുകളാ. ഇത് ഡയറക്ടർ അല്ലേ? സാറിന്റെ പേര് മുഴുവൻ പേര്? സാജിദ് യഹിയ. സാജിദ് യഹിയ. ഓക്കെ ഓക്കെ. അപ്പൊ സാറിന്റെ അടുത്ത പടത്തിൽ എന്നെ നായകനാക്കുന്നു. നായികയല്ലേ? അല്ല, സാർ ആക്കിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ഗസ്റ്റ് ആയിട്ട് എനിക്ക് വരാമല്ലോ. അങ്ങനെ സാറ് സമ്മതിച്ചാൽ ഇത് നടക്കും. നോക്കാം. ഓക്കെ. ഓ, അപ്പൊ താങ്ക് യു. തീരുമാനം ഉണ്ടാക്കാം. അപ്പൊ അടുത്ത ആഴ്ച കാണാം. സൂരജ് വിളിച്ചിട്ട് നടന്നോ? ഇടി എന്ന സിനിമയിൽ ഇടിയും കോമഡിയും ഒരു ഫാമിലി എന്റർടൈൻമെന്റിന്റെ അപ്പുറത്തേക്ക്
സാജിത്ത് പ്രണയവും ഇട്ടിട്ടുണ്ട്. അതായത് ലവ് സ്റ്റോറി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ലവ് ട്രാക്ക് അല്ലേ? എനിക്ക് തോന്നുന്നു ആ റൊമാൻറ്റിക് സോങ് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടു. അതാരാ പാടിയ? സുജിത്താണ് പാടിയിരിക്കുന്നത് അല്ലേ? സുജിത്ത് ഇവിടെ വന്നിട്ടില്ല? അല്ലേ? നമുക്ക് സുജിത്തിനെ വിളിച്ചിട്ട് ആ ഹിറ്റ് പാട്ടൊന്ന് കേട്ടാലോ? എല്ലാരും ഒന്ന് കേക്കട്ടെ. അടിപൊളിയായിരിക്കും. പ്രണയം ഒഴുകട്ടെ. ഹാപ്പി അല്ലേ? വളരെ വളരെ ഹാപ്പിയാണ് അല്ലേ? കാര്യം ആളുകൾ ഭയങ്കര പോസിറ്റീവായിട്ട് ഈ പാട്ടിനെ ആക്സെപ്റ്റ് ചെയ്തു. ഒരുപാട് ആളുകൾക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമായിരിക്കും, ഒരുപാട് ഹിറ്റ് സോങ്സ് ഈ മനുഷ്യന്റെ ക്രെഡിറ്റിലുണ്ട്. ഒരു പക്ഷെ ഈ മുഖം പരിചിതമല്ലായിരിക്കും, പക്ഷെ ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇവൻ വിജയ്, സൂപ്പർ സ്റ്റാർ വിജയ്ക്ക് വേണ്ടിയിട്ടടക്കം പാടിയിട്ടില്ല. അപ്പൊ ഇടി മറ്റേ തിയേറ്ററുകളിൽ ആഘോഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ആ ഇടിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പാട്ട് പാടിയാന്ന് ആഘോഷിച്ചാലോ? അല്ലേ? കണ്ണാടി ചിറകിൽ ഇന്നോളം കാണാ തീരം തേടുകയാ മേഘങ്ങൾ തിളങ്ങും കാതങ്ങൾ കടന്നും കാറ്റുപോലെ അരികിൽ ആരൊരാൾ കനവാ പകരും നേർത്ത പുഞ്ചിരികളോ നീലരാവിൻ പൂനിലാവായി പെയ്യുന്നുവോ ഈ കൽവിതാവിൻ തിങ്കളായി നിന്നിഷ്കിലെ തേനൂറവേ ഒരു കിസ്സമൂലിയും കെസ് പാടിയും നീ അരികെ കൈകൊട്ടിയും ചിരികാട്ടിയും ജന്നത്തിലെ പൂന്തത്തകൾ നല്ലത്തരേകുവാൻ കൂത്തൊരുങ്ങടി പൂവിതളേ തെന്നലിൻ തളിരിളം വിരൽ മുറകൾ നെഞ്ചിലെ കണിമലറിന ഇതാദ്യമായി തലോടവേ തെന്നലിൻ തളിരിളം വിരൽ മുറകൾ നെഞ്ചിലെ കണിമലറിന ഇതാദ്യമായി തലോടവേ പറന്നുവോ തുമ്പികൾ നിഴലായി നെയ്തിരുന്നതെല്ലാം നിലവായി കൂടെ ഇന്നു വരവേ നമ്മളേതോ വീണമൂടും നീളങ്ങളായി ഈ കൽവിതാവിൻ തിങ്കളായി നിന്നിഷ്കിലെ തേനോറവേ ഒരു കിസ്സമൂളിയും കെസ് പാടിയും നീ അരികെ കൈകൊട്ടിയും ചിരികാട്ടിയും ജന്നത്തിലെ പൂന്തത്തകൾ നല്ലത്തരേകുവാൻ കൂത്തൊരുങ്ങടി കൂടിതടേ മിന്നാരം വെയിലിൽ കണ്ണാടി ചിറകിൽ ഇന്നോളം കാണാ തീരം തേടുകയാ മേഘങ്ങൾ തിളങ്ങും കാതങ്ങൾ കടന്നും കാറ്റുപോലെ അരികിൽ ആരൊരാൾ കനവാ പകരും നേർത്ത പുഞ്ചിരികളോ നീലരാവിൻ പൂനിലാവായി പെയ്യുന്നുവോ സുജിത്, യു ആർ റിയലി ബ്ലെസ്ഡ്. ഞാൻ എന്താ പറയാ, ഞാൻ മനസ്സിന്ന് പറയുന്നതാണ്. അതായത് ഒരുപാട് ഒരിക്കലും റീജിയണൽ സിംഗറായിട്ട് നിങ്ങൾ ഒതുങ്ങി നിങ്ങളെ ഭാവി നശിപ്പിക്കരുത്, അല്ലേ? നിങ്ങൾ വേറൊരു ലെവലാണ് സർ. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ് മാൻ, ഓൾ ദ ബെസ്റ്റ്. അടുത്തതായിട്ട് കോമഡി സൂപ്പർ നൈറ്റ് വേദിയിലേക്ക് കടന്നു വരുന്നത് ഇടി എന്ന ഹിറ്റ് ചിത്രത്തിന്റെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച
രണ്ട് പ്രധാന വ്യക്തികളാണ്. അതിൽ ആദ്യത്തേത് സാജിദിന്റെ കോ റൈറ്ററും ഈ സിനിമയുടെ ഡയലോഗ് റൈറ്ററുമായ അറൌസ് ഇർഫാനും പിന്നെ പാപ്പി. ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ്. അതായത് ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര വൈറലായ ഒരു പടത്തിന്റെ ഉടമ. അതെ, അവര് വരുന്നുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം അറൌസ് ആൻഡ് പാപ്പി. നിങ്ങൾ ഒറ്റപ്പെടുത്തി സ്റ്റാർ ആയല്ലോ സർ. ഹാപ്പി അല്ലേ പാപ്പി? പിന്നെ ഹാപ്പി അല്ലേ? അല്ല ഹാപ്പി അല്ലേ? ഞാൻ പാപ്പിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, പാപ്പി ഒരു മയിലിനെ കണ്ടൊരു കഥ പറയും. അപ്പൊ മയില് എങ്ങനെയാണ് ഈ എന്തുവാ വിരിഞ്ഞ് വിടർത്തി നിന്നെന്ന് പുള്ളി കാണിച്ചു തരും. ഒന്ന് കാണിച്ചാൽ ഭയങ്കര സായിരിക്കും. അത് അടിപൊളിയായിരിക്കും. പരിപാടി ഹിറ്റാക്കി പാപ്പി. നിങ്ങൾ സിനിമ ഹിറ്റാക്കി, ഈ പരിപാടി ഹിറ്റാക്കി. അല്ലപടി ഈ കാട്ടിൽ പോകുന്ന നേരത്ത് മയിലുകളൊക്കെ വന്ന് അങ്ങോട്ട് ലാൻഡ് ചെയ്യും. വന്നിട്ട് അങ്ങോട്ട് നിരിച്ചിട്ട് ഇങ്ങനെ നിപ്പുണ്ട്. അതല്ലേ അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മ കാട്ടിൽ പോയിട്ട് അത് കാണണോ സീൻ. ഇതിൽ മയില് കഷ്ടപ്പെട്ട് അടിക്കുമ്പോ ആ മൂഡ്. എന്താ പറയാനുള്ളത്? കാര്യം ഇത്ര വലിയൊരു വിജയം എക്സ്പെക്ട് ചെയ്തിരുന്നു? ഉറപ്പായിട്ടും നമുക്ക് എന്താ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് വളരെ എന്റർടൈനിങ് ആയിരിക്കുന്നുണ്ട്. റിസൾട്ട് ഇത്ര ഹ്യൂജ് ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ബിക്കോസ് നമ്മൾ സ്വയം ആലോചിക്കുക ആവറേജ് ഉണ്ടാവുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ വരുന്ന റിവ്യൂസ്, കോൾസ്, മെസ്സേജസ് ഒക്കെ ഭയങ്കര പോസിറ്റീവാണ്. ഭയങ്കര സന്തോഷമുണ്ട്. അതിലേറ്റവും വലിയ സന്തോഷം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് സ്വപ്നം കണ്ട് തുടങ്ങുന്നത് സിനിമ. ഞങ്ങൾ ഒരു വീട്ടിലാണ് വളർന്നത്. എൻ്റെ ബ്രദറാണ്. തമാശയ്ക്ക് ഞാൻ പറയും, 7 ജന്മം ഞാൻ കുത്തിയിരുന്ന് ചെയ്ത നന്മകളുടെ ആകെ തുകയാണ്, റിസൾട്ടാണ് സാജിദ് എൻ്റെ ബ്രദറായ എന്നൊരു. എന്റെ പൊന്നെ, എനിക്കറിയാം ഞാൻ അതൊക്കെ സീരിയസ് ആയിട്ടല്ലോ. ഇത്ര നേരം ഞാൻ പൊക്കലായിരുന്നു ഈ മനുഷ്യനെ. ഇത് പുതിയ ആളായിട്ട് എടുത്തു. പൊക്കലല്ല, ഇത് കാണുന്ന ആളുകളോട് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഒരിക്കലും പൊക്കലല്ല. ഞങ്ങൾ പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ്. തീർച്ചയായിട്ടും. അപ്പം സാജിദും ഞാൻ ഒന്നിച്ച് തുടങ്ങിയ ഒരു ഡ്രീം റിയാലിറ്റിയിലെത്തി. അത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ റീച്ചിലെത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. നമ്മൾ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സാജിദേ പറയൂ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് സിനിമയെ കുറിച്ച്? എൻ്റെ ലൈഫിൽ പല പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ ഒരു പോയിന്റിലെത്തിയപ്പം എൻ്റെ ജീവിതം ഇനി സിനിമയായിരിക്കണം. അതായത് എന്തെങ്കിലും രീതിയിലോ ആക്ടിങ്ങോ ഡയറക്ഷനോ ഏതെങ്കിലും രീതിയിൽ സിനിമയായിട്ട് അസോസിയേറ്റ് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടി ഈ സിനിമയ്ക്ക് വേണ്ടി കഴിഞ്ഞൊരു 4 വർഷം ഞങ്ങൾ രണ്ടും കുറേ ഓടിയതാണ്. കുറേ സ്ഥലങ്ങൾ, കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവസാനം അജാസ് ഇബ്രാഹിം എന്നൊരു ഡോക്ടറും ഒരു പാവം കൃഷിക്കാരൻ അരുൺ ചേട്ടനും രണ്ടുപേരും തൃശ്ശൂർ രണ്ടുപേരോട് വന്നിട്ടാണ് ഈ സിനിമയ്ക്ക് ഞങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നതും ഇങ്ങനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. മാജിക് ലാൻഡേൺ പ്രൊഡക്ഷൻ, അവരുടെ ആ ഒരു നന്മയും സ്നേഹവും എനിക്ക് ഈ 44 ദിവസം ഒരു ദിവസം പോലും അവരുടെ ഒരു പ്രഷറുകൾ ഉണ്ടായിട്ടില്ല. അവരുടെ ആ ഒരു സ്നേഹവും കരുതലും ആ ഒരു ഫ്രഷ്നസ്സുമാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം. ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഇതിൻ്റെ വിജയം ഞങ്ങൾക്ക് ഭയങ്കര ക്രൂഷ്യലാണ്. ഇപ്പം നല്ല റിപ്പോർട്ടാണ്. എന്നാൽ പോലും ഇനി ഫാമിലി ഓഡിയൻസ് എല്ലാവരും ഈ സിനിമ കാണണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയിൽ ഇന്ന് ഇരു ടീമും ഒരുപാട് വിശേഷങ്ങൾ പങ്കിട്ടു. വീണ്ടും ഞങ്ങൾ പുതിയ അതിഥിയും പുതിയ വിശേഷവുമായി എത്തുന്നതായിരിക്കും. Costume courtesy for Andrea, Kanak Elegant Design, Boutique and Kids 916 Jewelry, Pishari Kovil Road, Vaitila, Ernakulam. Yeah.